ഇവിടെ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം ഒരുപാട് തിരക്കുകൾക്കിടയിലും വന്ന് നിർവഹിച്ച് നമ്മൾക്ക് എല്ലാ പോസിറ്റീവ് എനർജിയും നൽകി കടന്നുപോയ ശ്രീ സജി ചെറിയാൻ സാർ. CMൻ്റെ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സജി ചെറിയാൻ സാറ് പെട്ടെന്ന് പോകേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹം വന്ന് കാര്യങ്ങൾ നിർവഹിച്ചു. ദിവ്യ മാമിനെ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് സജി ചെറിയാൻ സാറ് പോയത്. ദിവ്യ മാം നമ്മുടെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഗാനത്തെ മാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു സംഘഗാനാലാപനം അവിടെ നടക്കുമ്പോൾ അറിയാതെ മാമിൻ്റെ ചുണ്ടുകൾ ആ പാട്ടിനൊത്ത് താളം പിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് നിന്നും പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മനസ്സുള്ള ഒരാളാണ് ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത്. ആരാധ്യായ അധ്യക്ഷ ഡോക്ടർ ദിവ്യ അയ്യർ IAS. അതുപോലെ തന്നെ ഓമനക്കുട്ടി ടീച്ചർ ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു. ശാരീരികമായിട്ടുള്ള ചെറിയൊരു അസ്വസ്ഥതയുള്ളത് കൊണ്ടാണ് ടീച്ചർ അവിടെ വീട്ടിലൊന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു പറഞ്ഞിരുന്നു. ഇവിടെ പറഞ്ഞ എല്ലാവരും രാവിലെ മുതൽ ഇവിടെ സന്നിഹിതരായിരുന്നു. ഇവിടുത്തെ പാട്ടുകൾ കേട്ട് ഈ ഡിജിറ്റൽ ലൈബ്രറിയുടെ പരിസരങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു. കാവാലം ശ്രീകുമാറേട്ടനും വേണുവേട്ടനും എല്ലാവരും ഇവിടെ വന്ന് പോയവരാണ്. ഇനിയിപ്പോൾ ഇവിടെ സന്നിഹിതരായ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. പണ്ഡിറ്റ് രമേശ് നാരായണൻ സാറ് ഒരു റെക്കോർഡിങ്ങിൻ്റെ സമയം അങ്ങോട്ട് മാറ്റിവെച്ചിട്ടാണ് ഈ വേദിയിലിരിക്കുന്നത്. ഒരു സംഗീത സംവിധായകൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ചില ടെൻഷനും കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് പെട്ടെന്ന് തീർക്കും സാർ. അതുപോലെ തന്നെ TP ശാസ്തമംഗലം സാർ രാവിലെ മുതലേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഖില ആനന്ദ് ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. നമ്മുടെ ഭാരത് ഭവൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ ജെയ്സപ്പ മത്തായി സാർ, അതുപോലെ തന്നെ ജോസഫ് K നെല്ലിവേലി സാറ്, ഇവിടെ ഡോക്ടർ സന്ധ്യ S നായർ മാം, അതുപോലെ ഇവിടെ വേദിയിലും സദസ്സിലും ഉള്ള ഏറെ പ്രിയപ്പെട്ടവരെ. ചില വാക്കുകൾ പറയാതെ വയ്യ. കാരണം പൊന്നുവെക്കേണ്ടിടത്ത് പൂവ് എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ ഈ ഡിജിറ്റൽ ലൈബ്രറി നമ്മളിവിടെ ഇന്ന് സാധ്യമാക്കിയെടുക്കുന്നത്. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ചില പൂർത്തീകരണങ്ങളിലേക്ക് നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ പൂർണ്ണതയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണല്ലോ ജീവിതവും. ഇവിടെ 2020-21 വർഷത്തെ ബഡ്ജറ്റിലെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അന്നത്തെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ വളരെ സജീവമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ എല്ലാവരും രാപ്പകൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള നമ്മൾ ഈ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണിൽ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനോഹരമായൊരു പ്ലാൻ തയ്യാറാക്കി. അത് ആ കാർ ഷെഡിൻ്റെ ഇരു സൈഡുകളിലേക്കും കരിങ്കൽ പില്ലേഴ്സൊക്കെ ഇട്ടിട്ട് മുകളിൽ ശില്പചാതുരിയുള്ള ഒരു മുറി കൂടി ചെയ്ത് AI സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഹൈടെക് രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറി ആയിരുന്നു പ്രതീക്ഷയും സ്വപ്നവും. പക്ഷേ കോവിഡ് എന്ന മഹാമാരി ഇത്തരം സ്വപ്നങ്ങളെ മാത്രമല്ല, എത്രയേറെ സ്വപ്നങ്ങളെയാണ് മനുഷ്യ ജീവിതത്തിൽ നിന്ന് കടപുഴക്കി മാറ്റി എറിഞ്ഞത്. അന്നത്തെ സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക പ്രതിസന്ധിയിൽ അതൊന്ന് മാറ്റിവെക്കേണ്ടി വന്നു. മാറ്റിവെച്ച കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അപേക്ഷകൾ എല്ലാ വർഷവും ഭാരത് ഭവനിൽ നിന്ന് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ വളരെ കണിശതയോടും കൃത്യതയോടുകൂടി നടത്തി വരുന്നതിൻ്റെ ഭാഗത്തിൽ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചു. ഇപ്പോഴാണ് ഒരു 5 ലക്ഷം രൂപ അതിൻ്റെ പ്രാഥമിക കാര്യം. ചില കാര്യങ്ങൾക്ക് നമ്മൾ വിത്തെറിഞ്ഞ് പോവുക എന്ന് പറയുന്ന കാര്യം കൂടിയുണ്ട്. അത് വരാനിരിക്കുന്നവർ അതിനേക്കാൾ മികവോടുകൂടി ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് ആ വിത്തെറിയൽ, ആ ആശയത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് 5 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതി അതിനെ നോക്കിക്കണ്ടത്. പഴയകാല ഭരണസമിതിയും അതിനൊപ്പം നിന്നു. ഇതെന്തായാലും പൂർത്തീകരിക്കണം, നമ്മുടെ സ്വപ്നമാണ്, ദാസാറിൻ്റെ ശ്വാസനിശ്വാസങ്ങൾ വീണ ഒരിടമാണ്. അതുകൊണ്ട് അതിനെ എല്ലാ രീതിയിലും ഇനിയുള്ള സംഗീത ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2.25 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടി. 2.75 കടമാണ്. ആ കടത്തിലാണെങ്കിലും ഇത് നിർവഹിക്കുക എന്ന് പറയുന്നതുണ്ട്. സർഗാത്മകതയ്ക്ക് ആർക്കും വില പറയാൻ കഴിയില്ല. യേശുദാസ് എന്ന് പറയുന്ന മനുഷ്യൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പെരുമഴയുടെ പകലിൽ 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കുട്ടി വിറയാർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ
ഒരു ഗുരുവിൻ്റെ മനസ്സിലുള്ള അലിവും സ്നേഹവുമാണ് ആ കുട്ടിക്ക് അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടം കൊടുത്തത്. അന്നൊരു ചായ്പ് മുറിയായിരുന്നു അത് എന്ന് പറയുന്നു. വേണുഗോപാൽ സാറിനൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ചായ്പ് മുറിയിൽ യേശുദാസ് സാറ് താമസിച്ചു. ശമാങ്കുടി ശ്രീനിവാസ ഭാഗവതയ്യർ എന്ന് പറയുന്ന വിഖ്യാതനായ സംഗീതജ്ഞൻ്റെ സ്നേഹവായ്പിൽ അങ്ങനെ അവിടെ നിന്നും അദ്ദേഹം പഠിച്ച് അന്ന് ആർ.എൽ.വി. കോളേജിൽ ഗാനഭൂഷണം കഴിഞ്ഞതിന് ശേഷമാണ് ദാസാറ് ഇവിടേക്ക് വന്നിട്ട് സംഗീത വിദ്വാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സംഗീത കോളേജിലേക്ക് വരുന്നത്. അന്ന് സംഗീത അക്കാദമിയാണ്, സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽമാർക്കുള്ള ഔദ്യോഗിക വസതിയായിരുന്നു ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ ഓഫീസ് കെട്ടിടമായി ഉപയോഗിക്കുന്ന ഭാരത് ഭവൻ്റെ ഈ സജ്ജീകരണങ്ങളൊക്കെ ഈ കെട്ടിടം. അപ്പോൾ ശമാങ്കുടി സാർ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ 4-5 മാസമാണ് ദാസാർ അവിടെ കഴിഞ്ഞത് എന്ന് പറയുന്നു. കാരണം ഇത് 2016 ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുത്ത സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അന്ന് ഇതിനു മുമ്പേ ഉള്ള മെമ്പർ സെക്രട്ടറി സതീഷ് ബാബു പയ്യന്നൂർ, നോവലിസ്റ്റ്, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ രംഗത്തുമൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള പ്രതിഭ, അകാലത്തിൽ വിട പറഞ്ഞ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ശമാങ്കുടി സ്മൃതി ഓഡിറ്റോറിയം എന്നത്. അത് അദ്ദേഹം അതിൻ്റെ കെട്ടിട പൂർത്തീകരണങ്ങളൊക്കെ നടത്തി. ശേഷം നമ്മളുടെ ഭരണസമിതി വന്നപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മവും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ പൂർത്തീകരണവും കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിലേക്ക് അതിനെ കുറച്ചുകൂടി യേശുദാസ് സാറിൻ്റെ സാന്നിധ്യത്തിലാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അന്ന് യേശുദാസ് സാറ് ആയിരുന്നു ഈ ശമാങ്കുടി സ്മൃതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് ബാലൻ സാറായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. ദാസാർ അന്ന് വന്ന് ആ കാർ ഷെഡിനകത്ത് അന്ന് കുമ്മായം ഒക്കെ തേച്ചിട്ടുള്ള രീതിയിലായിരുന്നു നമ്മളന്ന് തൽക്കാലം വൃത്തിയാക്കി വെച്ചതായിരുന്നു. അതിനകത്ത് നിന്ന് ഇന്നിപ്പോൾ ഗ്രാമഫോണിൽ മന്ത്രി പാട്ട് കേട്ട് ഇരുന്ന ആ മുറിയിൽ നിന്ന് ദാസാറ് പറഞ്ഞു, ഞാൻ ഒരുപാട് കാലം ഇവിടെ താമസിച്ചിരുന്നു. അന്ന് അദ്ദേഹം ശമാങ്കുടി ശ്രീനിവാസ ഭാഗവതയ്യരെ നന്ദിയോടെ ഓർത്തു. പിന്നെ പറഞ്ഞു, ഈ കാവിൽ ഈ ദേവീക്ഷേത്രത്തിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വേദനകളൊക്കെ ഈ ദേവിയോട് പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ മണിനാഥങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നം അദ്ദേഹം അവിടെ നിന്ന് അതിനെ പൊലിയാതെ വളർത്തിയെടുത്ത് എത്രയേറെ ദൂരങ്ങളിലേക്കാണ് നടന്ന് പോയത് എന്ന്. എത്രയേറെ പാട്ടുകൾ, മലയാളത്തിൻ്റെ പാട്ടുകൾ മാത്രമല്ല, ഇന്ത്യൻ ഭാഷകളിൽ പാടി, ലോക ഭാഷകളിൽ പാടി. ദാസാറ് ഒരു വലിയ വൃക്ഷമാണ്, നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ സർഗ പ്രതിഭയാണ് ദാസാറ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മ ഉത്സവങ്ങളോടൊക്കെ അനുബന്ധിച്ച് സ്വരലയ നടത്തുന്ന ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഫെസ്റ്റിവൽ ഡയറക്ടർ അതിൻ്റെ ഷോ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുവാനും, ഞാൻ ചെയ്ത ബാല്യകാല സഖി എന്ന് പറയുന്ന സിനിമയിൽ 98-ാമത്തെ വയസ്സിൽ കെ രാഘവൻ മാസ്റ്റർ സംഗീതം ചെയ്തപ്പോൾ അത് ദാസാറ് നമ്മളോടൊക്കെയുള്ള വാത്സല്യത്തിൻ്റെ ഭാഗമായി ഈ കെ രാഘവൻ മാസ്റ്ററുടെ വീട്ടിൽ വന്നിരുന്ന് ഗുരുശിഷ്യ ബന്ധത്തോടെ പാടി താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്ന പാട്ട് പാടിയതുമൊക്കെ നല്ല ഓർമ്മയുണ്ട്. ദാസാർ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഓരോ രീതിയിൽ അങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കുള്ള ഒരു ഇടം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ തൽക്കാലം ചെയ്യുന്നത് ഗ്രാമഫോണിൽ നമുക്ക് അവിടെ വന്ന് പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ദിവ്യാമയം അവിടെ ടച്ച് ചെയ്ത് പാട്ട് കേട്ടതുപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ദാസാറ് പാടിയ പാട്ട് നമുക്ക് അവിടെ നിന്ന് കേട്ട് ആസ്വദിക്കാം. അതുമാത്രമല്ല, മുൻ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ സംഗീതത്തെക്കുറിച്ച് വലിയ അവഗാഹവും വലിയ വായനയുമുള്ള സാംസ്കാരിക ബോധവുമുള്ള പ്രിയപ്പെട്ട എം.എ. ബേബി സാറിൻ്റെ സംഗീത ശേഖരത്തിൽ നിന്ന് കൗമാര കാലഘട്ടം മുതൽ എം.എ. ബേബി സാർ സൂക്ഷിച്ചു വെച്ച സംഗീതത്തിൻ്റെ വളരെ ഇപ്പോൾ മൊസാട്ടിൻ്റെയും ബിഥോവൻ്റെയും അടക്കമുള്ള ലോകപ്രസിദ്ധരായിട്ടുള്ള സംഗീതജ്ഞരുടെ മ്യൂസിക് കളക്ഷൻ അതെല്ലാം അദ്ദേഹം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്കുള്ളതാണ്, സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കേട്ട് ആസ്വദിക്കാം. അതിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗം വേണമെങ്കിൽ ലെഡ്ജർ ബുക്കിൽ എഴുതി നിങ്ങൾക്കത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ദാസാറിൻ്റെ എല്ലാ പാട്ടുകളും ഇവിടെ വിവിധ ഭാഷകളിലുള്ള പാട്ടുകളൊക്കെ DVD-യിലാക്കി വെച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്കിലുണ്ട്. ഭാരത് ഭവനിൽ വന്നാൽ അത് കേൾക്കാം. ഇത് ആദ്യ ചുവടാണ്. ഈ വർഷവും ദിവ്യാമയമൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ഈ വർഷവും സർക്കാർ യേശുദാസ് ഡീറ്റെയിൽ ലൈബ്രറിയെ മറന്നിട്ടില്ല. ഈ വർഷത്തിലും 5 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പടി എന്നുള്ള രീതിയിൽ അടുത്ത വിപുലീകരണം നടക്കും. ഇനി വരാനിരിക്കുന്ന കമ്മിറ്റി അതിലേറെ വിപുലമായി ഞങ്ങളുടെ സങ്കല്പം റെക്കോർഡിക്കലായിട്ട് ഇവിടെ
ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡിജിറ്റലാക്കിയിട്ട് തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ആശയങ്ങൾ അവർക്കെടുക്കാം. വരാനിരിക്കുന്നവർ നമ്മേക്കാൾ കരുതലോടെ കുറേ കൂടി മികവോടെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.